പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി കനക്കുന്നു. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് 1 മണിക്കൂർ മുമ്പ് മാത്രമെന്നും വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയ്ക്കെതിരെ ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക വളരെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി, ഖത്തർ, UAE ഒക്കെ നിർബന്ധിച്ച് ട്രംപിനെ ഇതിൽ നിന്ന് പിന്മാറ്റുകയായിരുന്നു. അവർ പറഞ്ഞത് ഒരു 3 ദിവസത്തിനുള്ളിൽ ഒരു കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അതും അവസാന മണിക്കൂറിലാണ്, അതായത് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത്. പക്ഷെ ട്രംപ് പറയുന്നത് ഈ വെടിനിർത്തൽ വിഷയത്തിൽ ഒരു ധാരണയായില്ലെങ്കിൽ ഏത് ദിവസവും ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകാമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഇന്ന് വൈറ്റ് ഹൗസിൽ JD വാൻസ് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. JD വാൻസ് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ അത് ലോക രാജ്യങ്ങൾക്കിടയിൽ ആണവായുധ മത്സരത്തിനൊക്കെ വഴി തുറക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ്. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് വലിയ പാരിതോഷികവുമായിട്ട് ഇറാൻ വരികയാണ്. ഏതാണ്ട് $5.8 കോടി പാരിതോഷികം നൽകുന്ന ഒരു നിയമനിർമ്മാണത്തിന് തന്നെ ഇറാൻ പാർലമെന്റ് ഒരുങ്ങുകയാണ്. ഇറാന്റെ ഈ സൈനിക അതുപോലെ അവരുടെ സുരക്ഷാ സേനകളുടെ ഒരു ഉടമ്പടി എന്ന പേരിലാണ് ഇത്തരം ഒരു ബില്ല് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്നാണ് അവരുടെ ദേശീയ സുരക്ഷാ കമ്മീഷൻ ചെയർമാൻ ഇബ്രാഹിം അസീസി പറയുന്നത്. അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്രം മെച്ചപ്പെടുത്തുന്നതിനായി മത്സരിക്കുകയാണ്. പുടിൻ ചൈനയിലേക്ക് പോകുന്നു. ചൈനയിൽ നിന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപ് മടങ്ങിയെത്തിയത്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹം പ്രധാനമായിട്ട് കോഡ് സമ്മേളനത്തിനാണ് വരുന്നത്. ജപ്പാനും ഓസ്ട്രേലിയയും വിദേശകാര്യ മന്ത്രിമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജയശങ്കറാണ് വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. മെയ് 23 മുതൽ 26 വരെയാണ് മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശിക്കുന്നത്. വ്യാപാരം, പ്രതിരോധം അതുപോലെ മറ്റ് മേഖലകളിലെല്ലാം തർക്ക വിഷയങ്ങളിലുള്ള അതിലെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടക്കും.